TTC കമ്പനിക്കാർ അണിയിച്ചു കൊടുക്കുന്ന മായം ചേർക്കാത്ത എള്ളുണ്ടാ. നിങ്ങൾ ഏത് പെണ്ണിനെ പ്രേമിക്കുന്ന പെണ്ണിന്റെ വീട് മുട്ടൽ തൈത്തങ്ങനെ ഒരിക്കൽ എള്ളുണ്ട് വെക്കാൻ. അത് എപ്രകാരം മുറുമ്പരിക്കുന്ന അപ്രകാരം പെണ്ണ് നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും. ഗ്യാരണ്ടി വെറും 5 മാസം മാത്രമാണ് സുഹൃത്തുക്കളെ. യെസ്, ഓൺലി 5 years. വെറും 5 രൂപ 50 പൈസ മാത്രം. ആട്ടേ പോട്ട് ഇരിക്കട്ടെ. ഒരിക്കൽ തട്ടാൻ കുട്ടപ്പനെ കൊണ്ട് കോട്ട പഠിക്കുമ്പോൾ തട്ടാൻ കുട്ടപ്പൻ നാട്ടിൽ പട്ടാപകൽ പട്ടത്ത് പോയി പട്ടയും മുട്ടും തട്ടുമാറി കുട്ടപ്പനെ മുട്ടിനിട്ട് തട്ടിപ്പോ മുട്ട് പൊട്ടിപ്പോ പെട്ടെന്ന് ചോര വന്നു. ഞാൻ ലേഹ്യം കൊടുത്തു, ചോരാതി ലേഹ്യം. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് പരിശോധിച്ച് നോക്കാം. ഈ മരുന്നിന്റെ വില വെറും 5 രൂപ 50 പൈസ മാത്രമാണ് സുഹൃത്തുക്കളെ. ഞാൻ ഈ സാമ്പിൾ തരുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് പൈസ തരേണ്ട യാതൊരു ആവശ്യമില്ല. സുഹൃത്തെ നോക്കൂ, നിങ്ങൾ പേടിക്കുന്ന ആവശ്യമില്ല. തട്ടി പേടിച്ചാട്ട് എന്തിനാ പേടിക്കുന്നത് സുഹൃത്തുക്കളെ? നമ്മൾ എന്തെല്ലാം പൈസകൾ മുടക്കുന്നു. ഈ മരുന്നിന് വേണ്ടി 5 രൂപ 50 പൈസ മുടക്കും സുഹൃത്തുക്കളെ. നിങ്ങൾ ഇത് വാങ്ങിച്ചതിന് ശേഷം തിരിച്ചു പോകരുത് സുഹൃത്തുക്കളെ. എന്റെ 5 രൂപ 50 പൈസ തരൂ. വരൂ ചേട്ടാ, വരൂ. നോക്കൂ. കഷ്ടകാലത്ത് രക്ഷ നേട ഇഷ്ടദൈവങ്ങൾ ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചു മൃഷ്ടാനുമായി കഴിഞ്ഞില്ലെങ്കിൽ കഷ്ടിച്ചുള്ള അഷ്ടിക്ക് വേണ്ടി അഷ്ടമിച്ചുള്ള ഇഷ്ടകാലത്ത് നമ്മുടെ ഇഷ്ടാനുഷങ്ങൾ നഷ്ടപ്പെടുത്തിയ ഏഷന്മാരെ. ഇതെന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് എനിക്കുണ്ടാകുന്ന നെഞ്ചിരിപ്പും ചുമയും ഇദ്ദേഹം ഒരു 3 ദിവസം കൊണ്ട് മാറ്റിയതാണ്. ഇദ്ദേഹത്തിന്റെ വർത്തമാനം മാത്രമല്ല, ചികിത്സയും സൂപ്പർ ഫാസ്റ്റ് ആണ്. എന്റെ കുപ്പി തരാം ബഹളം വെക്കരുത്. ആൾക്കാരല്ലേ ഷർട്ട് വിട്ട പോലെ എല്ലാവരും ചേഞ്ച് ചേട്ടാ പ്ലീസ് പറ്റിച്ചു പോലെ എല്ലാവരും കൂടി കാണിച്ച് ഞാൻ എന്ത് ചെയ്യും? പ്ലീസ് തരാം, എല്ലാവർക്കും തരാം. ഞാൻ പറഞ്ഞില്ല അലിയ, നമ്മൾ ഒത്തുപിടിച്ചാൽ മലയും പോരും. അതൊക്കെ പോട്ടെ, അമ്പലയുടെ നാട്ട് നാസ്പ്രോ കിട്ടിയില്ല. അതുകൊണ്ട് കുമ്മായത്തില് മറ്റവൻ പട്ടയ തട്ടി വിട്ടത്. TTC കമ്പനിക്കാർ അണിയിച്ചു കൊടുക്കുന്ന മായം ചേർക്കാത്ത എള്ളുണ്ടാ. നിങ്ങൾ ഏത് പെണ്ണിനെ പ്രേമിക്കുന്ന ആ പെണ്ണിന്റെ വീട് മുട്ടത്തിലെ തൈത്തങ്ങന്റെ കൊരിക്കൽ എള്ളുണ്ടോ വെക്കുവിൻ. ഇതല്ലേ തട്ട്, പിന്നെ എങ്ങനെ ജനം വാങ്ങാതിരിക്കും? അല്ലെങ്കിൽ ഈ പോലീസുകാരന്മാരെ ഉള്ളിലിരുന്ന് മുത്ത് കാണിക്കും. തലയില് വെള്ളം താഴണ്ട. തപ്പിട്ടൊന്നും കിട്ടിയില്ല അല്ലേ? സാരമില്ല, എപ്പോഴെങ്കിലും ഒരിക്കൽ കിട്ടുമെന്നറിയാം. ഇതാരും രാഘവേട്ടനോ? എന്താ പറ്റി? എന്ത് പറ്റിയെന്നോ? പോയില്ലേ, എല്ലാം പോയില്ലേ. നിങ്ങൾക്കെങ്കിലും ഒരു വാക്ക് എന്നോട് പറയാറുന്നില്ലേ? എന്റെ ഏക ചേട്ടനെങ്കിലും ഒരു വാക്ക് പറയാറുന്നില്ലേ? അതൊക്കെ പോട്ടെ, ഈ വീടിന്റെ ആധാരവും പ്രമാണവും ഒക്കെ എവിടെ ഇരിക്കുന്നേ? എന്ത്? ഈ വീടിന്റെ ആധാരവും പ്രമാണവും ഒക്കെ എവിടെ വെച്ചിരിക്കുന്നതെന്ന് പറയൂ. രാഘവ, നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നമ്മൾ രണ്ടാളും ഒരച്ഛന്റെ മക്കളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതുകൊണ്ട് മൂടിക്കോ. ഒരു ദിവസം നോക്കുമ്പോ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഭയങ്കര സല്ലാപം. അച്ഛൻ കണ്ട് കയ്യോടെ പിടിച്ചു. മോഹനെ ശരിക്കും തല്ലിയിട്ടി. ഇപ്പൊ ആശുപത്രിയില്ല. എന്ത് നല്ല കച്ചവടായിരുന്നു. ആ ചിറ്റമ്മയെല്ലാം നശിപ്പിച്ചത്. കൊച്ചച്ഛനൊരു കൈ നോക്കിക്കൂടെ? ആര്? നിന്റെ ചിറ്റമ്മയോ? എന്നിട്ട് വേണം നിന്റെ അച്ഛൻ ആ മോഹന്റെ അടുത്ത് പെരുമാറുമല്ലോ എന്നെ പെരുമാറി ആശുപത്രിയുള്ള കല്ലടി. ചേട്ടാ, ഞാൻ പറയുന്ന ഒരു കമേഴ്ഷ്യൽ ലെവലിലാണ്. വെറുതെ ഇങ്ങനെ പൂട്ടിയിട്ട് ചെറുതെടുത്ത് നശിപ്പിക്കുന്നതിനേക്കാൾ പ്രസ്തുത കട എന്നെ ഏൽപ്പിച്ചാൽ ചേട്ടന് മാസാമാസം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം. വെറുതെ വീട്ടിലിങ്ങനെ ചൊറുകുത്തിയിരിക്കല്ലേ. അങ്ങനെ ഒരു ചായക്കട തൽക്കാലം മരിച്ചു നീ ഇപ്പൊ വിചാരിച്ചാൽ മതി. ആ സ്ഥലം അബൂബക്കറിന്റെ. ഞാനും അബൂബക്കറും കൂടി 65 വാങ്ങിയതാ. ചായക്കട ഇരിക്കുന്ന 20 സെന്റ് സ്ഥലം അവന്റെയാ. അവൻ 85 മരിച്ചു. ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്നു ഞങ്ങള്. അതൊക്കെ നിനക്കറിയാലോ. തലശ്ശേരിന്ന് അവന്റെ അവകാശികൾ ആരെങ്കിലും വന്നാൽ അവർക്കേ ഞാൻ ആ സ്ഥലം കൊടുക്കൂ. കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ അതുവരെ ആ കട നടത്തുന്നതിൽ ഞാൻ നടത്തുന്നതിൽ എന്താ ഒരു പ്രശ്നം? അതെ, രാഘവേട്ടൻ പറയുന്നൊരു കാര്യമില്ലേ? കുറച്ച് വാടക കിട്ടുന്ന വെറുതെ എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? ഓ, അത് ശരി. ഇവൻ ചായക്കട നടത്തണം, എന്നിട്ട് ചായ അടിക്കാൻ ഏതെങ്കിലും അഴകിയ രാവണം വരണം. അവൻ വായയില് വെള്ളം ഇറക്കി നിന്റെ പിന്നാലെ നടക്കണം. അല്ലേ? ഇതാ രാഘവേട്ട, ഇങ്ങൾക്ക് എപ്പോഴും എന്നെ സംശയമാ. എനിക്ക് അങ്ങനെ എപ്പോഴും സംശയമില്ലേ മോളെ. ഇല്ലേ? കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തൊട്ട് തുടങ്ങിയതാ നിന്റെ സംശയം. അവർക്ക് പറയാനുള്ളത് തുറന്ന് പറഞ്ഞോട്ടെ ചേട്ടാ.
ഇതുപോലെ തുറന്നു പറയാത്തോണ്ട് പണ്ട് മുനിയാണ്ടി വണ്ടി വെച്ച് റാവൽ പിണ്ടിയിലെ ആ, ഞാൻ ഇനി ആ കട ആണുങ്ങൾക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല. അഥവാ കൊടുക്കുകയാണെങ്കിൽ തന്നെ കട നടത്താൻ കഴിവുള്ള സ്ത്രീകൾക്കേ കൊടുക്കൂ. എന്നാ പിന്നെ ചിറ്റമ്മ നടത്തട്ടെ. ചിറ്റമ്മ കട നടത്ത പോടി. ചേട്ടാ അവളൊന്നും ചെയ്യരുത്. ആ കേറി പോടി. ഇങ്ങനെ ഒരു രൂപം വീട്ടിലുണ്ടെങ്കിൽ മനുഷ്യൻ എങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങും? തരകി മനത്ത സമയത്ത് ഓമൈ ഹോ ജാവേ തരകി മനത്ത സമയത്ത് ഓമൈ ഹോ ജാവേ തരകി മനത്ത സമയത്ത് ഓമൈ ഹോ. താത്ത ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ഡാ, വേഗം വിട്ടേക്കണ എന്നിട്ട് വേണം ഇവിടെ തടവാൻ. ഇത്ത പോയിട്ട് വേഗം വരാട്ടോ തങ്കക്കൊടങ്ങളെ, വേഗം വരാൻ മതി. എന്ത് നല്ല പാട്ടാ. വലിക്കില്ല ആളുകൾ കാണും. എടാ നാറി, മേലിൽ ആവർത്തിക്കരുത്. മേലാവർത്തിക്കാണ്ട് തലയിലാവർത്തിച്ച് കഴിഞ്ഞാൽ തലക്കല്ലേ സുഖം കിട്ടുള്ളൂ. എടാ പുല്ല, നീ എന്റെ വീട്ടിൽ കയറി മേലിലും തലയ്ക്കൊന്ന് സുഖം ഉണ്ടാക്കാൻ. ആ വാടകയ്ക്ക് ആളെ കിട്ടി. അപ്പോ ഞാനും ഒരാളെ തപ്പിക്കൊണ്ടുവന്നിട്ടല്ലോ. തപ്പിക്കൊണ്ടുവന്നു. ആ. ഞാൻ കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നും അല്ല, ഒരു എഞ്ചിനീയറാ. ഞാനും കൊടുത്ത ചില്ലക്കാരനൊന്നുമല്ല, ഡോക്ടർ 1000 രൂപ അഡ്വാൻസ് മേടിച്ചു. എനിക്കിനി വാക്ക് പറയാനൊന്നും പറ്റില്ല. പിന്നെ എനിക്ക് വാക്ക് പറയാൻ പറ്റുമോ? ഞാനും വാങ്ങി രൂപ 1000 അഡ്വാൻസ്. ആളെ ഇവിടെ മുറിയിൽ ഇരുത്തിരിക്കുക, നീ വാ. ഞാനങ്ങോട്ട് വരില്ല, പുലിയോലാവും. എന്ന് പറഞ്ഞാ പറ്റില്ല, നീ വാ. ശരിയാവില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, നമ്മൾ രണ്ടുപേരും വാക്ക് മാറണ്ട, രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു മുറി താമസിച്ചോട്ടെന്താ? അതെയോ? എന്നാ പോവാ. ആ, കമ്പിളിക്കുന്നു. ആർക്കും കൂട്ടാം, ആർക്കും കൂട്ടാം, ആർക്കും കൂട്ടാം. ചുട്ടുനാട കിട്ടുന്ന കാശ്. മന്ത്രമില്ല, മന്ത്രജാലമില്ല. ആർക്കൂട്ടാം, ആർക്കൂട്ടാം, ആർക്കൂട്ടാം. മയമില്ല, കലപ്പില്ല, മന്ത്രമില്ല, മന്ത്രജാലമില്ല. കിട്ടും. പുറത്തു കൂട്ടിയാൽ കമ്പനി കടിക്കും. ധൈര്യമായിട്ട് 100 രൂപ വെച്ചു പഠിക്കാൻ പോവുകയാണ്. കമ്പനി കടിച്ചിരിക്കുന്നത് 5 വെച്ച 10, 10 വെച്ചാൽ 20, 20 വെച്ചാൽ 40. ആർക്ക് വേണമെങ്കിലും കായമില്ല, മലപ്പില്ല. ഒറ്റക്കുത്തിന് പോകുന്ന 100 അല്ല, കിട്ടുന്നു 100. സുഹൃത്തുക്കളെ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെറും ഒരു കളവാണെന്ന്. ഒരു കളവല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ തന്നെ തൊട്ട് നോക്കൂ, പരിശോധിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. വെറുതെ കിട്ടിയ പിന്നാക്കം നിന്നത് ജനങ്ങളാണെന്ന് മനസ്സിലായി സുഹൃത്തുക്കളെ. സാരമില്ല, നിങ്ങളിത് തൊട്ട് നോക്കൂ സുഹൃത്തുക്കളെ, തൊട്ട് നോക്കൂ. വഞ്ചനയുടെ അപകട മേഖലയിൽ നിന്ന് മകറ്റി കൊഞ്ചലിന്റെ കാഞ്ചന സിംഹാസിൽ നിന്ന് പുഞ്ചയുടെ ബെഞ്ചാമര വീശി വീശി ഇന്ത്യക്കാരനെയും പുഞ്ചപ്പാറിനെയും ഇഞ്ചിഞ്ചായി പഞ്ചറാക്കിയ തഞ്ചാവൂർ നഞ്ചപ്പന്റെ പരമ്പരയിലെ പാഞ്ചാലി കുഞ്ചുവിന്റെ മക്കൾ കഞ്ചാവ് കുഞ്ചനും മഞ്ചേരി രഞ്ജനുമാണാ ഞങ്ങൾ. പഞ്ചാബിന്റെ നെഞ്ചിലൂടെ നഞ്ചയ്ക്കുമേന്തി 5 നാൾ 15,000 പേരെ തഞ്ചത്തിൽ റാഞ്ചി കാഞ്ചി വലിച്ച് കഞ്ചൻജംഗയിൽ സഞ്ചയനം നടത്തിച്ച് മഞ്ചേരി നഞ്ചപ്പന്റെ മഞ്ചലിൽ വന്ന രഞ്ജനും കുഞ്ചനുമാണോ കൊഞ്ചെ? നിർത്തി പറയൂ, എന്നാലേ ശ്വാസം വിടാൻ പറ്റൂ. ഫ്രണ്ട്സുകളാ. മാത്രം ഭക്ഷണപ്രിയരെ കടന്നു വരൂ. രുചികരമായ ഭക്ഷണത്തിന് ഹോട്ടൽ രുചികരം. അരിപ്പുട്ടിൽ ഗോതമ്പ് മിക്സ് ചെയ്യുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല. മാത്രമല്ല, വെള്ളം ചോദിച്ചാൽ ശരിക്കും വെള്ളം കുടിപ്പിക്കുന്ന കട. അനീതിക്കും അസത്യത്തിനുമെതിരെ ഹോട്ടൽ രുചികരം. അതേടാ. അയ്യോ ചേട്ടാ, നരകത്തിലോട്ട് പോവല്ലേ. ചേട്ടൻ രുചികരത്തിലോട്ട് കയറി പോ. സർക്കാർ സാറാമേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പൊരിയുന്ന വയറിൽ എരിയുന്ന മായം ചേർത്ത വെള്ളം ചോദിച്ചാൽ വെള്ളം ചാരായം എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ചാരായം നിർത്തലാക്കില്ല. മറന്നുകൂടാ. പോയല്ല സാത്ത പോത്ത. നമുക്ക് ആ തള്ളയുടെ കട പൂട്ടിക്കണം. അതിനാ സാറാമ്മയ്ക്ക് ഈ ചില പണികൾ കൊടുത്താലേ പറ്റൂ. സാറാമിക്ക് ആരും പണി തരണ്ട. ആവശ്യത്തിൽ കൂടുതൽ പണി സാറാമിക്ക് ഇപ്പൊ തന്നെ ഉണ്ട് കേട്ടാ. ശരിയാ താത്ത. അതെ അതെ. ഈ ചാരായം വാറ്റണം, അത് കുപ്പിയിലാക്കണം, ആൾക്കാരെ കൊണ്ട് കുടിപ്പിക്കണം, അവരുടെ കണ്ണ് കളയണം, കാശും കളയണം. അങ്ങനെ എന്തൊക്കെ പണികള്. വേണ്ടാതിനും പറഞ്ഞ നാട്ടിന്റെ കണ്ണ് ഞാൻ എന്റെ കണ്ണ് കളതള്ള. കരിമുടി കൂടുന്നത് തെണ്ടിപ്പട്ടികളെ പോലെ. തെണ്ടിപ്പട്ടി നിന്റെ ഈ നിൽക്കണ കെട്ടിയാടി. 2 പേരും കൂടെയുള്ള ഇടപാട് എനിക്ക് അറിയില്ല വിചാരിക്കില്ല. പള്ളേലാവുമ്പോഴേ നീ വിവരം അറിഞ്ഞോളടി. 6 മണിക്ക്. അതുകൊണ്ട് സൂക്ഷിച്ചോ. അയ്യോ, പുറകെ ഉണ്ട്. നമ്മുടെ രാഘവേട്ടനല്ലേ ഓടി വരുന്നത്? ഇതൊക്കെ വട്ടതിന്റെ അപകട. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ റാസ്കൽ കൈമേലോട്ട് പോയെന്ന് പറ. ഒരാളിപ്പോ അങ്ങോട്ട് ഓടി വരുന്നു കേട്ടോ. ഒരു ഖബറിട്ടാളാണ്. ഇപ്പൊ പോയി ഒരു സൂപ്പർ ഫാസ്റ്റ് കയറി പോയി. അടുത്ത സ്റ്റോപ്പ് ഇറങ്ങുന്ന പറഞ്ഞത്. ഹലോ മിസ്റ്റർ പുഷ്പുൾ, ഇറങ്ങി വന്നാലും.
അയ്യോ താങ്ക് യു അല്ല വന്നവൻ സാറിനെ ഓടിച്ചിട്ടെന്തിനാ? ചാരായം കിട്ടാത്തതുകൊണ്ട് വാർണിഷ് വാങ്ങി എന്നെ കുടിക്കാൻ നിർബന്ധിച്ചു. ഞാൻ ജീവനും കൊണ്ട് ഓടി, പുറകെ അവരും ഓടി. പഴയ ഫ്രണ്ട്സ് എന്ത് ചെയ്യാൻ പറ്റും. ഈ ടൈപ്പ് നമ്പർ ഒന്നും ഇപ്പൊ എടുക്കുന്നില്ല. നമ്മൾ പരസ്പരം തിരിച്ചറിഞ്ഞ ഒന്നായിരിക്കാം. നമ്മളെല്ലാം ബ്ലഡ് ഗ്രൂപ്പ് എയും ബിയും ഒന്നുമില്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചേ? എന്താ? ഫ്രോഡ് പോസിറ്റീവ്. ഫ്രോഡ് So, ഇന്ന് മുതൽ നമ്മൾ എല്ലാവരും ഒന്നാണ്. വി ആർ വൺ. അപ്പൊ ജയ് ഫ്രോഡ്.